സുഹൃത്തുക്കളെ, പണത്തോടുള്ള ബന്ധം മാറ്റുമ്പോൾ നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറുമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഓരോ രൂപയും നിങ്ങൾ ബഹുമാനിക്കാൻ തുടങ്ങുക, ഒരത്ഭുതം കാണാൻ സാധിക്കും. ഒരു രൂപയ്ക്ക് വിലയില്ല എന്ന് നിങ്ങൾ കരുതുന്ന ആ നിമിഷം തന്നെയായിരിക്കും ലക്ഷങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിലനിൽക്കാത്തതിൻ്റെ യഥാർത്ഥ കാരണമെങ്കിലും. പണം നിങ്ങളെ വിട്ടുപോകുന്നത് ഇത് ലോകത്തിലോ നിങ്ങൾക്കോ അത് കുറവായതുകൊണ്ടല്ല, നിങ്ങൾ അതിനെ കാണുന്ന രീതിയാണ് അതിനെ അകറ്റുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിചിത്രമായ ഒരു വിരോധാഭാസമുണ്ട്. എല്ലാവർക്കും കൂടുതൽ പണം വേണം, പക്ഷേ കയ്യിലുള്ള ചെറിയ പണത്തെ ബഹുമാനിക്കുന്നവർ വളരെ കുറവാണ്. പലരും ലക്ഷങ്ങൾ കിട്ടിയാൽ ജീവിതം മാറുമെന്ന് പറയുന്നു, എന്നാൽ കയ്യിലുള്ളത് 10 രൂപ പോലും ശ്രദ്ധയില്ലാതെ ചിലവാക്കുന്നു. അവർ അറിയാതെ ചെയ്യുന്ന ഒരു ചെറിയ ശീലം പിന്നീട് അവരുടെ സാമ്പത്തിക സ്വഭാവമായി മാറുന്നു. നമ്മൾ പലപ്പോഴും ഒരു വലിയ തെറ്റിദ്ധാരണയിലാണ് ജീവിക്കുന്നത്. കൂടുതൽ പണം ലഭിച്ചാൽ മാത്രമേ സാമ്പത്തിക അച്ചടക്കം വരൂ എന്ന്. പക്ഷേ യഥാർത്ഥ കാരണം അതിന് നേരെ വിപരീതമാണ്. അച്ചടക്കം ആദ്യം വരുന്നു, അതിനുശേഷമാണ് സമ്പത്ത് പലപ്പോഴും എത്തുന്നത്. കാരണം പണം ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെ മാറ്റാറില്ല, അവൻ്റെ യഥാർത്ഥ സ്വഭാവത്തെ കൂടുതൽ വലുതാക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും ഒരു വയോധികനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയ സമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഓരോ രൂപയും അദ്ദേഹം അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുമായിരുന്നു. ഒരു നോട്ടും ചുരുട്ടി പോക്കറ്റിലിടാറില്ല. പണം എവിടെ ചിലവാക്കുന്നതെന്ന് അദ്ദേഹം അറിയും, എന്തിന് ചിലവാക്കുന്നു എന്ന് അറിയും. ഒരിക്കൽ ഞാൻ ചോദിച്ചു, ഇത്ര ചെറിയ കാര്യങ്ങളിൽ പോലും ഇത്ര ശ്രദ്ധ എന്തിനാണ്? അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഒരു വാക്ക് മാത്രം പറഞ്ഞു, ഞാൻ ബഹുമാനിക്കാത്ത ഒന്നും എൻ്റെ കൂടെ അധികാലം നിലനിൽക്കില്ല. ആ വാക്ക് അത്ര വലുതായി തോന്നിയില്ല, പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ബഹുമാനം എന്നത് വെറും മനുഷ്യർക്ക് മാത്രം കൊടുക്കേണ്ട ഒന്നല്ല, നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന എല്ലാ കാര്യങ്ങളും കൊടുക്കേണ്ട ഒരു മനോഭാവമാണ്. സമയം, ആരോഗ്യം, ബന്ധങ്ങൾ, അറിവ്, പണം ഇവയെ ബഹുമാനിക്കുന്നവർക്ക് അവയുടെ മൂല്യം കൂടുതൽ വ്യക്തമായി മനസ്സിലാകും. മനഃശാസ്ത്രത്തിൽ ഒരു സത്യമുണ്ട്, നമ്മൾ വില കൊടുക്കുന്ന കാര്യങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ കൂടുതൽ പോകുന്നത്. ശ്രദ്ധ പോകുന്നിടത്തേക്കാണ് വളർച്ച സംഭവിക്കുന്നത്. നിങ്ങൾ പണത്തെ ബഹുമാനിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത ഉണ്ടാകും. ചിലവുകൾ ശ്രദ്ധിക്കും, അവസരങ്ങൾ കാണും, അനാവശ്യ നഷ്ടങ്ങൾ കുറയും. അതൊരു അത്ഭുതമല്ല, നിങ്ങളുടെ ശ്രദ്ധയുടെ ദിശ മാറിയതാണ്. പലർക്കും ഒരു ചെറിയ ശീലമുണ്ട്, കയ്യിൽ ചില്ലറ കിട്ടിയാൽ എവിടെയെങ്കിലും വലിച്ചെറിയും, പണം പോക്കറ്റിൽ കുത്തി നിറയ്ക്കും. ചിലവാക്കിയ ശേഷം എവിടെയാണ് പോയതെന്ന് അവർക്കില്ല. ഈ പ്രവൃത്തികൾക്ക് വലിയ അർത്ഥമില്ല എന്ന് തോന്നാം, പക്ഷേ അബോധ മനസ്സ് ഒരു സന്ദേശം സ്വീകരിക്കുന്നത് പണത്തിന് വലിയ വിലയില്ല എന്ന്. അതുകൊണ്ടാണ് പിന്നീട് വലിയ തുകയും അത് ശ്രദ്ധക്കുറവോടെ കൈകാര്യം ചെയ്യുന്നത്. ഒരു കുട്ടിയെ വളർത്തുമ്പോൾ നമ്മൾ അവനോട് ബഹുമാനത്തോടെ സംസാരിച്ചാൽ അവൻ്റെ ആത്മവിശ്വാസം വളരും. അതുപോലെ പണത്തോട് നമ്മുടെ മനോഭാവം ഒരു ബന്ധം സൃഷ്ടിക്കുന്നു. അതൊരു ജീവനുള്ള വസ്തു എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അതിനെ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ മാനസിക രീതിയിലാണ് നമ്മുടെ സാമ്പത്തിക ഭാവി നിർണ്ണയിക്കുന്നത്. ആകർഷക നിയമത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും ഒരു കാര്യം മറക്കുന്നത് ഇതാണ്, ആകർഷണം വെറും ആഗ്രഹത്തിലൂടെ മാത്രമല്ല, ബഹുമാനത്തിലൂടെയും പ്രവർത്തിക്കുന്നു. നിങ്ങൾക്ക് ഉള്ളതിനെ വില കൽപ്പിക്കാതെ കൂടുതൽ വേണമെന്ന് പറയുമ്പോൾ മനസ്സെല്ലായ്പ്പോഴും കുറവിൻ്റെ വികാരത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ ഉള്ളതിനെ ബഹുമാനിച്ചുകൊണ്ട് വളർച്ച ആഗ്രഹിക്കുമ്പോൾ മനസ്സ് സമൃദ്ധിയുടെ വികാരത്തിലേക്ക് മാറുന്നു. ഒരിക്കൽ ഞാൻ എൻ്റെ പേഴ്സ് വൃത്തിയാക്കിയായിരുന്നു. അതിനുള്ളിൽ വർഷങ്ങളായി കിടന്നിരുന്ന ചില നോട്ടുകൾ കണ്ടു. മടക്കിയത്, ചുരുട്ടിയത്, മറന്നുപോയത്. അപ്പോൾ ഒരു ചോദ്യം മനസ്സിൽ വന്നു, ഞാൻ എൻ്റെ പണത്തെ ഇങ്ങനെ ശ്രദ്ധയില്ലാതെ കൈകാര്യം ചെയ്യുമ്പോൾ ജീവിതം എനിക്ക് കൂടുതൽ പണം ഏൽപ്പിക്കുമോ? ആ ചോദ്യം എന്നെ ആഴത്തിൽ ചിന്തിപ്പിച്ചു. അന്നു മുതൽ ഞാനൊരു ചെറിയ ശീലം തുടങ്ങി. ഓരോ തവണയും പണം കയ്യിൽ കിട്ടുമ്പോൾ അത് ശ്രദ്ധയോടെ വയ്ക്കും. ചിലവാക്കുമ്പോൾ എന്തിനാണ് ചിലവാക്കുന്നത് എന്ന് ഒരു നിമിഷം ചിന്തിക്കും. അനാവശ്യമായ ഒരു രൂപ പോലും പാഴാക്കാതിരിക്കാൻ ശ്രമിക്കും. ഇത് പിശുക്കാവാൻ വേണ്ടിയല്ല, ബോധപൂർവം ജീവിക്കാൻ വേണ്ടിയാണ്. ആ ചെറിയ മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തി. എൻ്റെ വരുമാനം ഉടൻ വർദ്ധിച്ചില്ല, പക്ഷേ എൻ്റെ തീരുമാനങ്ങൾ മാറാൻ തുടങ്ങി. മുമ്പ് വികാരത്താൽ വാങ്ങിയ പല സാധനങ്ങളും വാങ്ങാതായി. മുമ്പ് ശ്രദ്ധിക്കാതെ ചെറിയ ചിലവുകൾ കാണാൻ തുടങ്ങി. മാസാവസാനം പണം എവിടെയോ നഷ്ടമായെന്ന തോന്നൽ പതുക്കെ ഇല്ലാതായി. മനുഷ്യൻ പണം നഷ്ടപ്പെടുന്നത് പലപ്പോഴും വലിയ തെറ്റുകളിലൂടെയല്ല, ചെറിയ അശ്രദ്ധയിലൂടെയാണ്. ദിവസവും ആവർത്തിക്കുന്ന ചെറിയ തീരുമാനങ്ങളാണ് വർഷങ്ങൾ കഴിഞ്ഞ് വലിയ ഫലങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഓരോ രൂപയെയും ബഹുമാനിക്കുക എന്നത് വെറും സാമ്പത്തിക ശീലം മാത്രമല്ല, അത് സ്വഭാവത്തിൻ്റെ പരിശീലനമാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരു തെറ്റായ ധാരണയുണ്ട്, ചെറിയ തുകയെക്കുറിച്ച് ശ്രദ്ധിക്കുന്നവർക്ക് വലിയ ചിന്തയില്ല എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ വലിയ സമ്പത്ത് സൃഷ്ടിച്ച പലരും ചെറിയ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ കൊടുത്തവരാണ്.
കാരണം അവർക്കറിയാം, ചെറിയ കാര്യങ്ങളെ അവഗണിക്കുന്ന മനുഷ്യൻ വലിയ കാര്യങ്ങളെയും ഒരു ദിവസം അവഗണിക്കും. മനഃശാസ്ത്രത്തിൽ ഹാബിറ്റ് ലൂപ്പ് എന്നൊരു ആശയമുണ്ട്. ചെറിയ ശീലങ്ങൾ ആവർത്തിക്കുമ്പോൾ അവ സ്വാഭാവിക സ്വഭാവമായി മാറുന്നു. പണത്തോടുള്ള ബഹുമാനവും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഓരോ ദിവസവും ബോധപൂർവം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പിന്നീട് അത് സ്വാഭാവികമായി മാറും. അപ്പോൾ സാമ്പത്തിക അച്ചടക്കം ഒരു ഭാരമായി തോന്നില്ല, അത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാവും. ഒരു ദിവസം ഒരു ചെറിയ കുട്ടി തൻ്റെ അച്ഛനോട് ചോദിച്ചു, 1 രൂപ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? അച്ഛൻ ചിരിച്ചു. ആ ചോദ്യത്തെ നിസ്സാരമായി കണ്ടില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞു, 1 രൂപ കൊണ്ട് വലിയ കാര്യമൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ 1 രൂപയെ ബഹുമാനിക്കാൻ പഠിച്ച മനുഷ്യന് ഒരു ദിവസം ആ വലിയ സമ്പത്ത് ബഹുമാനിക്കാൻ കഴിയും. ആ സമ്പത്ത് അയാളെയും ബഹുമാനിക്കും. ആ കുട്ടിക്ക് അന്ന് ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായില്ല, പക്ഷേ ജീവിതം പിന്നീട് അദ്ദേഹത്തെ അത് പഠിപ്പിച്ചു. നന്ദിയുടെ വികാരം ഇവിടെ വളരെ പ്രധാനമാണ്. ഓരോ തവണയും പണം കയ്യിൽ കിട്ടുമ്പോൾ അത് എത്ര ചെറുതാണെങ്കിലും ജീവിതം എനിക്ക് നൽകിയ ഒരു അവസരമാണ് എന്ന് കാണാൻ തുടങ്ങുമ്പോൾ മനസ്സ് മാറുന്നു. അത് മടിയിലേക്കല്ല നയിക്കുന്നത്, മറിച്ച് കൂടുതൽ ഉത്തരവാദിത്തത്തിലേക്കാണ് നയിക്കുന്നത്. കാരണം നന്ദിയുള്ള മനുഷ്യൻ വെച്ച് തന്നെ സംരക്ഷിക്കുന്ന മനുഷ്യനാണ് പിന്നീട് വളർത്തുക. ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു മനഃശാസ്ത്രപരമായ വ്യാഖ്യാനം ഇതാണ്: നിങ്ങൾ സമൃദ്ധിയുടെ വികാരത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയും തീരുമാനങ്ങളും ആ വികാരത്തോട് യോജിക്കുന്ന രീതിയിലേക്ക് മാറുന്നു. കുറവിൻ്റെ വികാരത്തിൽ ജീവിക്കുമ്പോൾ ഭയം തീരുമാനങ്ങളെ നിയന്ത്രിക്കും. അതുകൊണ്ടാണ് ബഹുമാനവും നന്ദിയും വെറും ആത്മീയ വാക്കുകളല്ല, അവ സാമ്പത്തിക പെരുമാറ്റത്തെ പോലും മാറ്റാൻ കഴിയുന്ന മാനസിക ശക്തികളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു ദിവസം ഞാൻ തിരിച്ചറിഞ്ഞ മറ്റൊരു സത്യം കൂടി പറയാം. ഞാൻ മുമ്പ് പണത്തെ സ്നേഹിച്ചിരുന്നില്ല, ഞാൻ അതിനെ പിന്തുടരുകയായിരുന്നു. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പിന്തുടരുന്ന മനുഷ്യൻ എല്ലായ്പ്പോഴും ഭയത്തിലായിരിക്കും. നഷ്ടപ്പെടുമോ എന്ന ഭയം, കിട്ടാതിരിക്കുമോ എന്ന ഭയം. എന്നാൽ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ ശാന്തനായിരിക്കും. കാരണം അവൻ പണത്തെ ഒരു ഉപകരണം പോലെ കാണുന്നു, തൻ്റെ മൂല്യത്തെ അളവുകോലായി കാണുന്നില്ല. ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഉത്തരവാദിത്തമുള്ളതാക്കും. ഒരു പുസ്തകത്തെ ബഹുമാനിക്കുന്ന മനുഷ്യൻ അതിൽ നിന്ന് പഠിക്കും. സമയത്തെ ബഹുമാനിക്കുന്ന മനുഷ്യൻ ജീവിതം ഒരിക്കലും പാഴാക്കില്ല. പണത്തെ ബഹുമാനിക്കുന്ന മനുഷ്യൻ അത് അടിമത്തമായി കാണുകയുമില്ല, അവഗണിക്കുകയുമില്ല, ശരിയായ സ്ഥാനത്ത് വയ്ക്കും. അവസാനം ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ സത്യം ഇതായിരുന്നു: ഓരോ രൂപയും ഒരു കടലാസല്ല, അത് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരു ഭാഗമാണ്, നിങ്ങളുടെ സമയത്തിൻ്റെ ഒരു ഭാഗമാണ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ തിരിച്ചു കിട്ടാനില്ലാത്ത നിമിഷങ്ങളുടെ രൂപമാണ്. അതിനെ ബഹുമാനിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ബഹുമാനിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ജീവിതത്തെയാണ്. അപ്പോൾ പണം വെറും ചിലവഴിക്കാനുള്ള വസ്തുവായി മാറുന്നില്ല, ബോധപൂർവ്വം ഉപയോഗിക്കേണ്ട ഒരു വസ്തുവായി, ഒരു ഉത്തരവാദിത്തമായി മാറുന്നു. ആ നിമിഷം മുതൽ സമ്പത്ത് പുറത്തുനിന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതല്ല, നിങ്ങളുടെ ഉള്ളിൽ ജനിച്ച പുതിയ മനോഭാവത്തിൻ്റെ സ്വാഭാവിക ഫലമായി അത് പതുക്കെ വളരാൻ തുടങ്ങുകയായിരുന്നു. യഥാർത്ഥ സമ്പന്നൻ കൂടുതൽ പണമുള്ള മനുഷ്യനല്ല, കയ്യിലുള്ള ഓരോ രൂപയും യഥാർത്ഥ മൂല്യം തിരിച്ചറിയാൻ പഠിച്ച മനുഷ്യനാണ്. നന്ദി.